criminals. Criminals! Come out! Cannot allow the criminals. Bloody fool! You remove it. പറിക്കടാ, ബാനർ പറിക്കടാ, പന്തലഴിക്കടാ, മോട്ടക്ക് ഞാൻ കല്യാണം. കളിപ്പ് കട്ടക്കളിപ്പ്. വിളിക്ക്, അവനെ വിളിക്ക്. നിങ്ങൾ എങ്ങോട്ട് വിട്ടവനെ വിളിക്ക്. Gunda tactics of the chief minister. കൊടുങ്ങല്ലൂർ ഭരണി ഇപ്പൊ ഇംഗ്ലീഷിലാണ്. ഓ, ഗവർണർ ആയിരുന്നല്ലേ. അച്ഛാ അച്ഛാ. പ്രിയപ്പെട്ട മോദിജി, ഇത്തിരി അല്പമെങ്കിലും കനിവാ ഹൃദയത്തിലുണ്ടെങ്കിൽ ശത്രുക്കളോട് പോലും ഇതുപോലൊരു ക്രൂരത ചെയ്തേക്കല്ലേ. കാര്യം കേരളം ഭരിക്കുന്ന സർക്കാരിനോട് കേന്ദ്രം ഭരിക്കുന്ന അങ്ങയുടെ പാർട്ടിക്ക് എതിർപ്പുണ്ടെങ്കിലും ഇതുപോലൊരു കൊടുംചതി ഈ നാടിനോട് വേണ്ടായിരുന്നു. എങ്ങനെയും ഒന്ന് തിരിച്ചു വിളിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ? I'm asking you if chief minister is staying here, you will allow this? ആ, അനുഭവിക്കന്നെ. എല്ലാം വിധിയുടെ വിളയാട്ടം. ഭരണഘടനയുടെ കാവൽക്കാരനായിരിക്കണം ഗവർണർ എന്നാണ്. ആ കൊള്ളാം. എന്നിട്ട് ഇപ്പൊ പുള്ളിക്ക് കാവൽ നിൽക്കാനായി 600 പോലീസുകാരെ അധികം കൊടുക്കേണ്ട അവസ്ഥയാണ് സ്റ്റേറ്റിന്. ഭരണനിർവഹണത്തിന്റെ സന്തുലനാവസ്ഥ കാത്തു സൂക്ഷിക്കാനുള്ള ആളായിരിക്കണം ഗവർണർ ഒന്നും ഉണ്ട്. എന്റെ പൊന്നോ, ഒന്നും പറയല്ലേ. ആ സംസ്ഥാനത്തിന്റെ മനസമാധാനം മുഴുവൻ തകർത്തേക്കുവാണ് ആ വല്യപ്പാപ്പൻ. തലസ്ഥാനത്തെ നാടകീയമായ കോലാഹലങ്ങൾക്ക് ശേഷം ഇപ്പൊ 2 ദിവസമായി ആ കാലിക്കറ്റ് സർവകലാശാലയിലാണ് കൊടുങ്ങല്ലൂർ ഭരണം. ഷോ എന്ന് പറഞ്ഞാൽ ഇതാണ് ഷോ. അതിലെ തിരുവനന്തപുരം എപ്പിസോഡാണ് മെയിൻ. സർവകലാശാലകളുടെ ചാൻസലറായ ഗവർണർ നടത്തുന്ന കാവ്യവൽക്കരണത്തിനെതിരെ വിദ്യാർത്ഥി സംഘടനയായ SFI സമരം പ്രഖ്യാപിച്ചു. തിരുവനന്തപുരത്തൂടെ വലിയ പോലീസ് സന്നാഹങ്ങളുടെ അകമ്പടിയോടെ കടന്നു പോവുകയായിരുന്ന ഗവർണറുടെ വാഹനവ്യൂഹത്തിന് നേരെ SFIക്കാർ പ്രതിഷേധിച്ചു. നോട്ട് ദ പോയിന്റ്. പോലീസ് പിടിച്ചു മാറ്റിയ SFIക്കാർ റോഡിന്റെ സൈഡിലും ജിയുടെ വാഹനം റോഡിന്റെ നടുവിലുമാണ്. എന്നിട്ടും പോകുന്ന പോക്കില് ജി വണ്ടി നിർത്തിച്ച് വിൻഡോയിലൂടെ പുറത്തേക്ക് ആംഗ്യം കാണിച്ചൊരു വെല്ലുവിളിയാണ്. കം കം. SFIക്കാർ അടുത്തേക്ക് വരുന്നില്ലെന്ന് കണ്ടതോടെ വണ്ടിയിൽ നിന്ന് ചാടി പുറത്തിറങ്ങി. പിന്നെ ഒരു പുകിലായിരുന്നു. നിങ്ങളുടെ പിണറായി വിജയൻ പറഞ്ഞു വിട്ടതല്ലടാ എന്നെ തല്ലാൻ കൊല്ലാൻ എന്നൊക്കെ പറഞ്ഞ് ആകെ മൊത്തം അലമ്പ്. പിന്നെ ആളുകളെ പിടിച്ചു വലിക്കുന്നു, അലറുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും പായുന്നു. എന്റെ പൊന്നോ. ഇതൊക്കെ പോരാഞ്ഞ് ഇന്നലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വന്ന് അടുത്ത ഷോ. പോലീസിനെ കൊണ്ട് ബാനർ അഴിപ്പിക്കല്, മുഖ്യമന്ത്രിയെ ചീത്ത പറയല്, അങ്ങനെ തരം കലാപരിപാടികൾ. പോലീസുകാരോട് ഉത്തരവിടാനുള്ള പവറൊന്നും തനിക്കില്ല എന്ന് ഗവർണറെയും അയാൾക്ക് സുരക്ഷ ഒരുക്കലാണ് നിങ്ങളുടെ പണി, അല്ലാതെ അങ്ങേര് പറയുമ്പോൾ ചാടിക്കേറി ബാനർ അഴിക്കേണ്ട കാര്യം നിങ്ങൾക്കില്ലെന്ന് പോലീസുകാരെയും ആര് ബോധ്യപ്പെടുത്താനാണ്? എന്തായാലും വെറും 600 പോലീസുകാരെയും സുരക്ഷാ ഭടന്മാരെയും ഗൺമാന്മാരെയും മാത്രം ചുറ്റിൽ നിർത്തി കൊടിയും ബാനറുകളും പോലുള്ള മാരകായുധങ്ങളുമായി വരുന്ന SFI ഭീകരന്മാരെ നേരിടാൻ ഗവർണർ കാണിച്ച ധൈര്യവും ചങ്കൂറ്റവും ഭീകരം തന്നെ. ആരിഫ് ജിയുടെ വിചാരം സംസ്ഥാനത്തിന്റെ മൊത്തം തലവൻ അങ്ങേരാണെന്നാണ്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 355 അനുസരിച്ച് ഒരു സംസ്ഥാനത്തെ ഭരണം ഭരണഘടനാപരമാണോ എന്ന് ഉറപ്പുവരുത്താനുള്ള ചുമതലകൾ മാത്രമേ ഗവർണർക്കുള്ളൂ. അതിലപ്പുറം സവിശേഷമായ യാതൊരു അധികാരപരിധിയും സംസ്ഥാനത്തിന്റെ ഭരണനിർവഹണത്തിലില്ല. എന്നാലോ കാര്യങ്ങൾ മൊത്തം ഞാൻ നടത്തും, നിങ്ങൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരും എന്റെ ആജ്ഞകൾ കേട്ടാൽ മതി എന്ന മട്ടിലാണ് ജിയുടെ ജൽപ്പനകൾ. സെനറ്റിലേക്ക് ABVPക്കാരെ നിയമിച്ചത് എവിടെ നിന്ന് കിട്ടിയ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ്? എന്താണ് അവരുടെ യോഗ്യത എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് പറയാൻ സൗകര്യമില്ല. ഞാൻ അക്കൗണ്ടബിൾ ആയിരിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റിനോട് മാത്രമാണെന്ന് പറഞ്ഞ് ഈ രാജ്യത്തെ ഫെഡറൽ ജനാധിപത്യ മൂല്യങ്ങളെ പരസ്യമായി വെല്ലുവിളിക്കുകയാണ് ഗവർണർ ചെയ്തത്. ഗവർണറുടെ കോപ്രായങ്ങൾ കണ്ടിതിപ്പോ രാജ്ഭവനാണോ അതോ മാരാർജി ഭവനാണോ എന്ന് മനസ്സിലാകാത്ത സ്ഥിതിയാണ് കേരളത്തിലെ ജനങ്ങൾക്ക്. പൗരത്വ ഭേദഗതി വിഷയത്തിലെ നിലപാട്, ഹിജാബ് വിഷയത്തിലെ നിലപാട്, ബില്ലുകൾ വർഷങ്ങളോളം പിടിച്ചുവെക്കല്, വൈസ് ചാൻസലർ വിഷയത്തിലെ കൊമ്പുകോർക്കല്, ഒടുക്കം കുറെ സംഘപരിവാറുകാരെ കൊണ്ടുപോയി യൂണിവേഴ്സിറ്റിയിൽ കുത്തിത്തറയ്ക്കല്. കേന്ദ്രത്തിന്റെ ഒരു ഗുഡ് സർട്ടിഫിക്കറ്റിന് വേണ്ടി എന്ത് കളി കളിക്കാനും നമ്മുടെ ജി തയ്യാറാവും. കേരളത്തിലെ സർക്കാർ തങ്ങൾക്ക് വേണ്ട നിയമനങ്ങൾ അന്യായമായി നടത്തുന്നുണ്ടെന്ന് പറയുന്ന ഗവർണർ ഇതേ അന്യായ നിയമനം രാജ്ഭവനിലും സർവകലാശാലകളിലും തന്റെ ഇഷ്ടത്തിന് നടത്തും. കേരളത്തിലെ സാമ്പത്തിക അടിയന്തരാവസ്ഥയാണെന്നും സർക്കാരിന് ധൂർത്താണെന്നും പറയുന്ന ഗവർണർക്ക് സഞ്ചരിക്കാൻ 85 ലക്ഷത്തിന്റെ മെഴ്സിഡസ് ബെൻസ് തന്നെ വേണം. പോരാത്തതിന് രാജ്ഭവനിൽ ലക്ഷങ്ങൾ ചെലവഴിച്ച് സ്വന്തമായി ഒരു ഡെന്റൽ ഹോസ്പിറ്റലും.
ഇങ്ങനെ ഒരു പ്രത്യേകതരം ആദർശമാണ് ജിക്ക്. അങ്ങനെ പറയരുത്. എന്തായാലും മിസ്റ്റർ ചാൻസലർ, ദിസ് ഇസ് കേരള എന്ന മറുപടി കാലിക്കറ്റ് സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ ഗവർണർക്ക് നൽകിയിട്ടുണ്ട്. ഇന്ത്യൻ പ്രസിഡന്റ് സ്ഥാനം ലക്ഷ്യം വെച്ച് കേന്ദ്രത്തെ സുഖിപ്പിക്കാനായി ജി നടത്തുന്ന കോപ്രായങ്ങൾ ഉടനൊന്നും തീരാൻ പോകുന്നില്ല. ബാക്കി നാടകങ്ങൾ നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പൊ എങ്ങനെയാ, പോയേച്ചും വരാം.